ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി. അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ പറ്റും. പണ്ടത്തെ അതേ ട്രാക്കിലായിരിക്കും ഞാൻ പോകാൻ പോണത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഫ്രഷായിട്ട് ഒരു പുതിയ സെമ്മ്, അതായത് പുതിയ ഇയർ, 4th ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഇവിടുത്തെ സീനിയറായി. അപ്പോൾ അതിൻ്റെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് വരുന്നത്. അതായത് രാവിലെ മീൻസ് 2:30 എണീറ്റ് നോക്കണു രാവിലെ ആയോ, അങ്ങനെ ടൈം നോക്കി ഞാൻ ഇരിക്കുകയായിരുന്നു. പൊതുവേ എനിക്ക് അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ എന്തോ 4th ഇയർ ആയതുകൊണ്ടായിരിക്കുമല്ലേ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ രാവിലെ എണീറ്റ്, ഉറക്കം പറഞ്ഞില്ല കിടന്നിട്ട്, അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇനിയും ടൈമുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനിയൊരു 1.5 മണിക്കൂറുണ്ട് കോളേജിൽ പോകാനായിട്ട്. അതുപോലെ കോളേജിൽ പോയാൽ തന്നെ ഇന്ന് ലൈബ്രറി പീരീഡാണ്, പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല. പക്ഷെ 4th ഇയർ ആയതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു ശബ്ദം കേൾക്കാമോ? പീക്കോക്കാണ്, നോക്കട്ടെ. കാണാനില്ല. ഇവിടെ കുറേ മയിലുണ്ട്. ഇവിടെ കോഴികൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന പോലെയാണ് മയിൽ ഇവിടെ നടക്കുന്നത് ഹോസ്റ്റലിൽ. കുറേ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരെണ്ണം കണ്ട്, ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് അതിനെ പറ്റില്ല. പിന്നെന്താണ്, പിന്നെ ഇവിടെ മഴ പെയ്തതായിട്ട് എനിക്ക് തോന്നി. ചെറുതായിട്ടൊരു മഴ പെയ്ത്, പക്ഷേ നല്ല തണുപ്പുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ പുറത്ത് നോക്കിയിട്ട് എന്താണ് മഴ പെയ്തതായിട്ട് ഒരിതില്ല. മീൻസ് വെള്ളത്തിൻ്റെ തുള്ളിയോ അങ്ങനെയൊന്നും കാണണില്ല. അതുപോലെ ബാക്കിയുള്ളവർക്ക് ചോദിച്ചപ്പം അവരൊന്നും അറിഞ്ഞിട്ടേ ഇല്ല മഴ പെയ്തു. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടാണോന്നൊന്നും എനിക്കറിഞ്ഞില്ല. മഴ പെയ്തു, ഞാൻ നല്ല ശബ്ദം കേട്ട് മഴ പെയ്തിട്ടുണ്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അപ്പം എന്താണെന്തോ സ്ഥിരീകരിച്ചിട്ടില്ല, മഴ പെയ്തെന്നാണ് എൻ്റെ ഒരു ഇത്. ചൂടിനൊരു ചെറിയ കുറവുണ്ട്. അതുപോലെ ചൂട് വരാൻ സമയമായില്ല, സൂര്യൻ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കലപിലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ രാവിലെ ഇതൊക്കെ ആയിരിക്കും. ഇനി ഒരാഴ്ചയാവും ക്ലാസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയാൽ മതി, പഠിച്ചങ്ങ് മറിക്കാൻ അങ്ങനത്തെ ഒരു ഇരിക്കുകയാണ് ഞാൻ. അല്ലാതെ തന്നെ പഠിക്കാനുണ്ട്. അറിയാതെ അല്ല, എനിക്കിപ്പോൾ ചെറുതായിട്ടൊരു കുറ്റബോധം തോന്നുന്നു. ചുമ്മാ ഒരു GPAT എന്ന് പറയുന്ന ഒരു എക്സാമിനെ പോയി അപ്ലൈ ചെയ്ത് എനിക്ക് അത്ര കിട്ടിയാൽ പോകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പോകില്ല. അങ്ങനെ മീൻസ് ചുമ്മാ ഒരു എക്സാം ഉണ്ട്, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിന് ഫീസൊക്കെ അടച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നാളായി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്യണത് പ്രോപ്പർ വേയിലാണോ, ഭയങ്കര കൺഫ്യൂഷൻ. ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് എങ്ങനെ ആലോചിക്കും, ഇങ്ങനെയാണോ പഠിക്കേണ്ടത് GPAT. ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഈ സെയിം ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ചുമ്മാ ഒന്ന് ആ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഒരുപാട് അതിന് വേണ്ടി സ്ട്രെസ്സൊന്നും എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തോ ഫുൾ കൺഫ്യൂഷനാണ്. ചുമ്മാ അറ്റൻഡ് ചെയ്യല്ലേ. പിന്നെന്താണ്, ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായി കേട്ടോ ഹോസ്റ്റലിൽ. ഇവിടെ വന്നതിന് ശേഷമാണ് അവധി, ട്രെയിനിൽ കയറിയിട്ടാണ് അവധി പ്രഖ്യാപിച്ചത്. പിന്നെ തിരിച്ച് പോകാൻ നിന്നില്ല. ഇങ്ങനെ ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു 2-3 ദിവസം. ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ അടുത്ത ആഴ്ച ആർട്സ് ഡേ ഒക്കെ പറഞ്ഞുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻ്റ് അല്ല. അപ്പം എനിക്ക് കുറച്ച് കണ്ടൻറ്റ് കിട്ടും, അതാണ് ഏറ്റവും ഇത്. അപ്പോൾ ആർട്സ് ഡേ ഒക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് പൊളിക്കണം, അങ്ങനെയൊക്കെ ഒരു ഇതിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു ചെറിയ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ ഞാൻ 2 ടൈം നോക്കിയിട്ടും പറ്റണില്ല. അതായത് വൈകിട്ട് 5 മണി വരെ ഫുഡ് അവസാനിപ്പിക്കണം. രാവിലെ 7 മണിക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ 5 മണിക്ക് ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഞാൻ നോക്കിയ ഫാസ്റ്റിങ്ങിൻ്റെ ഇത്. പക്ഷേ രാത്രിയാണ് എനിക്കിവിടെ ഇഷ്ടമുള്ള ഫുഡൊക്കെ വരണത്. ബിരിയാണി, അതൊന്നും കഴിക്കാൻ പാടില്ല ഫാസ്റ്റിംഗ്. ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ, ഇങ്ങനത്തെ ഫുഡൊക്കെ രാത്രിയാണ് വരണത്. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കണത് തീരെ ഇഷ്ടമല്ല, രാവിലെ കഴിക്കണത് എനിക്കിഷ്ടമല്ല. രാത്രി മാത്രമല്ല എനിക്കിവിടെ ഹോസ്റ്റലിലെ ഫുഡ് പറ്റണത്. അപ്പം എനിക്ക് രാത്രി സ്കിപ്പ് ചെയ്യാൻ മനസ്സ് പറഞ്ഞില്ല. അപ്പം രാത്രി സ്കിപ്പ് ചെയ്യണമെങ്കിൽ രാവിലെ സ്കിപ്പ് ചെയ്യണം. അപ്പം രാവിലെ നോക്കിയിട്ട് അത് ബ്രെയിൻ ഫുഡ് എന്നൊക്കെയല്ലേ പറയണം. അപ്പം എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ സമ്മതിക്കില്ല. അവർ പറയണത് രാവിലത്തെ ഫുഡ് എന്തായാലും വേണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, 2ൻ്റെയും ഇടയിൽ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് 8:45 ഇവിടെ ഹോസ്റ്റൽ അടയ്ക്കണം. അപ്പോൾ 8:45 ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ രാത്രി കറക്റ്റ് 7 മണി വരെ ഫുഡ് കഴിക്കാൻ കുഴപ്പമില്ല ആ ഫാസ്റ്റിങ്ങിൻ്റെ ഇതിൽ.
ഞാൻ വിചാരിച്ചു 8:45 കറക്റ്റ് ഫുഡ് കഴിക്കാം, എന്നിട്ട് കറക്റ്റ് 7 മണിക്ക് ഫുഡ് കഴിച്ച് നിർത്തണമെന്നാണ്. കറക്റ്റ് രാത്രി 7 മണിക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്ലാനിൽ ഇന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരാഴ്ച അങ്ങനെ നോക്കാം. അപ്പം അതൊക്കെയാണ് പരിപാടികൾ. അപ്പം കാണാം, ഇനി കോളേജിൽ പോകാൻ നേരത്ത് കാണാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ഇഡലി സാമ്പാറുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലോട്ട്. സോ ഗൈസ്, അങ്ങോട്ട് പോയപ്പോൾ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞത് തിരിച്ച് വരെയാണ്. അതായത് ലൈബ്രറി പീരീഡ് കഴിഞ്ഞ്, ലൈബ്രറി ആണോ എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞില്ല. ലൈബ്രറിയിൽ പോയിരുന്ന ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലോട്ട് വിട്ട് അങ്ങനെ ഓട്ടം തന്നെയായിരുന്നു. ഇപ്പം എന്താ 10:30 എപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനെന്താ സിൽമിയുണ്ട്. സിൽമി കുറേ നാൾക്ക് ശേഷം. അപ്പം നമ്മളിതാ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഇനി ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഇനി ആ ടൈം പിന്നെ ലഞ്ച് വന്നിട്ട് എനിക്ക് തീരെ പറ്റാത്ത ഒരു ഫുഡാണ്. പിന്നെ വിശപ്പ് കാരണം അങ്ങ് കഴിച്ച്, അത്രയേ ഉള്ളൂ. ഗൈസ്, ഫുഡൊക്കെ കഴിഞ്ഞതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വെയിലത്ത് വന്നതിന് ശേഷം തലത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടിടത്തും വേദന. വെയിലടിച്ചിട്ടായിരിക്കും, നന്ദുവിനും ഉണ്ട്, അപ്പം അതായിരിക്കാനാണ് ചാൻസ്. എന്ത് വെയിലാണ് ഗൈസ്. ഇതാരെന്നറിയാവോ? അപ്പം ഗൈസ്, നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ച് സിൽമിയുടെ വാട്ട്സ് മൈ ബാഗ് കാണിക്കാമെന്ന്. കാരണം അത്രയും ക്യൂട്ട് സാധനങ്ങളാണ് ഞാൻ അവളുടെ ബാഗിൽ കണ്ടത്. അപ്പോൾ കാണിച്ചു തരാം ഓരോന്നായിട്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സിൽമിയുടെ ക്യൂട്ട് ബാഗ്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു പെൻസിൽ ബോക്സ് എന്നാണ് എന്നെ പറയണത്. അല്ല, ഒരു ക്യൂട്ട് പൗച്ചാണുള്ളത്. കണ്ട, യുണീക്കോണ്ടൊക്കെ. വാവ്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കൂ. എന്നിട്ട് നമുക്ക് 3 പെൻസിലുണ്ട്. ബാർബി ഗേളിൻ്റെ പെൻസിലാണ്. പിന്നെ ഒരു ലെക്സിയുടെ ഒരു പെന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ക്യൂട്ട് ക്രയോൺസ്. പിന്നെ ഇതാ ഒരു ഷാർപ്നറുണ്ട്. പിന്നെ ഇതാ ഒരു പേപ്പർ സ്കെയിലുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് നോട്ട്ബുക്ക് പോലത്തെ ഒരു സംഭവം ഇനിയുണ്ട്. ഇനി ഒരു ഇറേസർ. അപ്പോൾ ഇത്രയാണ് ഈ ചെറിയൊരു ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. നമുക്കെല്ലാം തിരിച്ചെടുത്ത് വെക്കാം. ഓക്കെ, സിനിമ ഒന്ന് സെറ്റാക്കി വെച്ചോണം കേട്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ അതാ നോക്കൂ, ഇപ്പുറത്തോട്ട് മറിക്കുമ്പോഴേക്കും ഒരു ക്യൂട്ട് ഇതാ ഒരു മിററ്. പിന്നെ ഇതാ ഹൈലൈറ്റർ, പല കളറിലാണ്. കണ്ട, വാ. ഇത് മറ്റേ എന്താണ്, സ്റ്റേഷനറി കടയിൽ പോവില്ലേ, അത് മീൻസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നല്ല ക്യൂട്ട് അങ്ങനത്തെ സംഭവങ്ങൾ. ഇതാണ് ഒരെണ്ണം. ഇനിയുണ്ട്, ഇത് സാമ്പിൾ. ഇനി നമുക്കുള്ളത് നോട്ട്ബുക്ക് കാണിച്ചു തരാവേ. നോട്ട്ബുക്ക് ഒന്ന് നോക്ക്. യുണീക്കോണിൻ്റെ നോട്ട്ബുക്കാണ്, ക്ലാസ്മേറ്റിൻ്റെ കേട്ടോ. ഇത് നോക്ക്. വാവ്. സിൽമി എല്ലാ വർഷവും ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഇപ്രാവശ്യമാണ് ഏറ്റവും ഇതായിട്ടുള്ളത്. പിന്നെ നോട്ട് ഇതേപോലെയാണ്. പൗച്ച് കൊണ്ടുവന്നില്ലേ, പെൻസിൽ പൗച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ ഒരു ബാർബി ഗേളിൻ്റെ ഒരു ക്യൂട്ട് പേഴ്സ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് കേട്ടോ. ഗൈസ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഞെട്ടരുത്. LKG പിള്ളേർക്ക് കാണൂലേ ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതൊരു ആനയാണ്. ആനയുടെ കണ്ട, ആനയുടെ ഒരു ഷാർപ്നർ. JCBയുടെ ഉണ്ട്. പിന്നെ ഇതാ ബനാന, ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ പൈനാപ്പിൾ ഉണ്ട്, ബനാന. ഇതെന്താണ്?
എന്താണ് ഫ്രൂട്ട്സിൻ്റെ ആണ് കേട്ടോ. എന്താ കിറ്റിയുടെ ഇറേസറാണ്. പിന്നെ വന്നിട്ട് അയ്യോ ഇത് ഇറേസറല്ല, സ്റ്റിക്കി നോട്ട്സ് ആണ് കേട്ടോ. പിന്നെ ഇതാ ക്യൂട്ടായിട്ടുള്ളൊരു ഇറേസർ. 10 രൂപയുടെ വില. 10 രൂപയുള്ളൂ. തൃശ്ശൂരാണ് കേട്ടോ. ഇതൊക്കെ തൃശ്ശൂർ പോയ ചീപ്പ് റേറ്റിൽ വാങ്ങാം. അതെ അതെ. പിന്നൊരു പെൻസില്, യുണീക്കോണിന്റെ പെൻസില്. ഇത് കഴിഞ്ഞ വർഷം സിൽമിക്കുണ്ട്, സ്റ്റെഫിൻ തന്നിട്ടുണ്ട്. ഞാനും തന്നിട്ടുണ്ടല്ലേ. പിന്നെ ഇതെന്താണ്? മെക്കാനിക്കൽ പെൻസിൽ. കേട്ടോ എല്ലാ തരത്തിലുള്ള പെൻസിൽസും ഉണ്ട്. പിന്നെ സാധാരണ ഒരു സ്കെയില്, പിന്നെ വേറെ കളറിലൊരു സ്റ്റിക്കി നോട്ടുണ്ട്, 2 സ്റ്റിക്കി നോട്ടുണ്ട്, പിന്നെ ഒരു അപ്സരയുടെ റബ്ബർ. അപ്പോൾ ഇത്രയാണ് സിൽമിയുടെ വാട്ട്സ് ഇൻ മൈ ബാഗ്. പിന്നെ വേറെ വെറൈറ്റി നോട്ടുണ്ട് കേട്ടോ, അതെല്ലാം ഇതിൻ്റെ അല്ലേ, യൂണിക്കോണിൻ്റെ അല്ലേ. അപ്പം ഇത്രയാണ് വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണേന്ന്. ബിഫാം തന്നെയാണ്, 4th ഇയർ തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ക്യൂട്ട് സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് സിൽമിയുടെ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഗൈസ്, നമ്മുടെ ആലപ്പുഴയിലെ ആൾക്കാർ ഇതാ, പിന്നെ നമ്മളെ കണ്ടു ചിൽജി. അങ്ങനെ ഇന്ന് ഫസ്റ്റ് ഡേ ഉണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നേരത്തെ എന്നെ കോളേജിൽ വിട്ട്. അപ്പോൾ ഗൈസ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ റിസൾട്ട് വന്നു. ഞാനൊരു സ്റ്റഡി ബ്ലോഗൊക്കെ ഇട്ടായിരുന്നു. അപ്പം എൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വന്നു. എന്താണ് റിസൾട്ട് എന്തായിരുന്ന, അല്ല റിസൾട്ട് എന്തോ അങ്ങനെ റിസൾട്ടിൻ്റെ ബേസ് എന്തോ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ്, ഞാൻ പാസ്സായി, നന്ദുവും പാസ്സായി, എല്ലാവരും പാസ്സായി. നല്ല റിസൾട്ടാണെന്ന് തോന്നുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഭയങ്കര ഹാപ്പിതാ. ഇത് കഴിച്ച് തീരാറായപ്പോഴാണ് ഞാൻ ഓർത്ത് വ്ളോഗ് എടുക്കാനുണ്ടെന്ന്. സമോസയായിരുന്നു, ഭയങ്കര വിശപ്പ്. എണ്ണ നോക്ക് ഗൈസ്, ഭയങ്കര വിശപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ താത്തയുടെ കടയിൽ പോയി വല്ലതും വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ റിസൾട്ട് വന്നില്ലേ, അപ്പം സെൽഫായിട്ട് കുറച്ച് ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് എന്താ അങ്ങനെ നിൽക്കുകയാണ്. ലേസായിരിക്കും, എനിക്ക് പറ്റിയത് ലേസേ ഉള്ളൂ. ഷുഗർ റേറ്റാണ്, ലേസിലൊരു കുറച്ച് ഷുഗർ ഉണ്ടല്ലേ. എന്നാൽ ഇന്ന് കഴിക്കാം, ഇന്ന് കുറച്ച് കഴിക്കാം. വിശപ്പ് സഹിക്കാൻ വയ്യ. ഗൈസ്, അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവാണ്. കട്ടിലോട്ടൊന്നും കിടക്കാനേ പറ്റില്ല, അത്ര ചൂടാണ്. അപ്പോൾ അതാ നമ്മളെല്ലാം നിലത്താണ് കിടക്കുന്നത്. നന്ദു ഈ സൈഡ്, ഞാനിവിടെ. ഡയറക്റ്റ് ഫാനിൻ്റെ അടുത്ത് കിടക്കണം, എന്നാലേ രക്ഷയുള്ളൂ. അപ്പം ഇനി കുറച്ച് നേരം മയങ്ങട്ടെ. അപ്പം എന്താ, ഇതാണ് നമ്മുടെ ഡിന്നർ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഇന്നത്തെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ എന്താ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് പഠിത്തമൊന്നും നടക്കില്ല. ചീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടായിരുന്നു, നാളെ തൊട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. ചൂടായതുകൊണ്ട് ഒരു മൂഡും ഇല്ല. അങ്ങനെ നിന്ന് കറങ്ങിയാണ്, ഇനി കുളിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാനിവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ഒരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.